മേഖലയിൽ നമ്മളിവിടെ താമസിക്കുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ലോ ആൻഡ് ഓർഡറിനെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ അനധികൃതമായിട്ടുള്ള കാറുകാരുടെ പാർക്കിംഗ്. അത് ഈ ഓൺലൈൻ ടാക്സിക്കാരാണ് കൂടുതലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് കിടക്കും, അവര് ഉള്ള വേസ്റ്റ് എല്ലാം ഈ റോഡിലോട്ട് വലിച്ചെറിയും. എൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് എംറ്റി ബോട്ടിൽസ് വരെ ഈ രാവിലെ വരുന്ന കാണാൻ സാധിക്കും. ഈ ചെറിയൊരു റോഡിന്റെ സൈഡിൽ ഇതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ ഈ റോഡിൽ കൂടെ കാൽനടയായിട്ട് പോകുന്ന നാട്ടുകാരും കുട്ടികളും സഹിതം ഉള്ളവർക്ക് അത് ഒരു റിസ്ക് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ മിക്കവാറും ആളുകൾ ഇവിടെ ഞാനുള്ള സമയത്താണ് ഇവിടെ മാറ്റും, പ്രത്യേകിച്ച് എൻ്റെ തർക്കിക്കാനും വരും. അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതോ അവരുടെ റൈറ്റ് ആണെന്നാണ് വിചാരം. കാർ പാർക്കിംഗ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാവൂ എന്ന് അറിയുന്ന ടാക്സിക്കാർ വളരെ ചുരുക്കമാണ്. നോ പാർക്കിംഗ് എഴുതാത്ത എവിടെയും പാർക്ക് ചെയ്യാം എന്നാണ് അവരുടെ ധാരണ. അത് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞങ്ങൾ CLMDനെ കണ്ടിരുന്നു. സ്റ്റേറ്റിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയ ആയിട്ടില്ല. പാക്കേജ് പോകുന്ന ഈ ടാക്സിക്കാരനാണ് ഇത് റോഡെല്ലാം ബ്ലോക്കാണ്. അപ്പം അതിന് നടപടികളെടുക്കാൻ അധികാരികൾ പാർട്ടി വേണം, പോലീസ് അധികാരികൾ വേണം. എയർപോർട്ടിൻ്റെ ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ CLMD ഇത് പറഞ്ഞു നടപ്പായിട്ടില്ല. നായത്തോട് സ്റ്റാഫ് അവിടേക്ക് ട്രാഫിക് അതുപോലെ ഇത്രയും വേഗം അധികാരികൾ ഇതിൽ ഈ നായത്തോട് എയർപോർട്ട്